ഹെയർ വാഷ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ശരിയായിട്ടാണോ? എങ്ങനെയാണ് ശരിയായി ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഹെയർ ഫുള്ള് നന്നായി വെറ്റ് ആക്കണം. ഹെയർ വെറ്റ് ആകുമ്പോൾ ഹെയറിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് ഫുള്ള് ഓപ്പൺ ആവും. എന്നിട്ട് ഷാമ്പൂ എടുക്കാം. നോർമലി ഒരു 2 റുപ്പി കോയിൻ സൈസിൽ ഷാമ്പൂ എടുത്താൽ മതിയാവും ഒരാളുടെ ഹെയർ വാഷ് ചെയ്യാൻ. പോരാ, കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ എടുക്കാം. ഇത് ഫുള്ള് തലയുടെ ഒരു ഭാഗത്ത് മാത്രം കൊണ്ടുപോയി തേക്കരുത്. ഇത് ഹെഡിന്റെ 4 സൈഡിലും ഈവൻലി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഫിംഗേഴ്സ് കൊണ്ട് ജെന്റിലായി മസാജ് ചെയ്ത് കൊടുക്കും. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലാദർ ഫോം ആവും, കുറച്ചുകൂടി ഈസി ആയിട്ട് മസാജ് ചെയ്യാനും പറ്റും. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഷാമ്പൂ അപ്ലൈ ചെയ്ത് ഇമ്മൾസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കഴിക്കളയാതെ ഷാമ്പൂ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു 2 മിനിറ്റ്സ് ഹെയറിൽ റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കും. ഹെയറിലുള്ള ഇമ്പ്യൂരിറ്റീസ് നന്നായി ക്ലെൻസ് ചെയ്യാനും ഷാമ്പൂയിൽ അടങ്ങിയിട്ടുള്ള ഗുഡ് ന്യൂട്രിയൻസ് സ്കാൽപ്പിൽ വർക്ക് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം പ്ലെയിൻ വാട്ടർ കൊണ്ട് ഹെയർ ഫുൾ വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹെയറിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് ഹെയർ ടൈപ്പിനനുസരിച്ച് കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഹെയറിലുള്ള ടാങ്കിൾസ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇതുപോലെ ഒരു വൈറ്റ് ടീത്ത് കോംബ് യൂസ് ചെയ്ത് ഹെയർ കോംബ് ചെയ്ത് കൊടുത്താൽ മുടിയിൽ ടാങ്കിൾസ് ഇല്ലാതെ ഹെയർ ഡ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് അപ്ലൈ ചെയ്ത കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് ഹെയറിൽ ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കുക. ഇത് ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ഹെയറിന്റെ ക്യൂട്ടിക്കൽസ് ക്ലോസ് ചെയ്യാനും ഹെയർ കൂടുതൽ സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. 5 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. എന്നിട്ട് ഹെയറിന് എക്സസ് വാട്ടർ സ്ക്യൂസ് ചെയ്തതിന് ശേഷം ഒരു സോഫ്റ്റ് ടവൽ കൊണ്ട് ടവൽ ഡ്രൈ ചെയ്താൽ മതി. വേഗം 100% ഡ്രൈ ചെയ്യാൻ ഒരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം. They'll be calling me royalty.